നമ്മൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിച്ചപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഒക്കെ പഠിച്ചല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കാണുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് ആണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ MP ആൻഡ് AP, ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിനൊരു ഡയഗ്രാം വരച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ എളുപ്പത്തിലൊരു ഡയഗ്രാം വരയ്ക്കാം. ഡയഗ്രത്തിൻ്റെ XY ആക്സിസുകളാണ് വരച്ചത്. ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്, ഒറിജിൻ. ഇവിടെ നമ്മൾ APയും MBയുമാണ് എടുക്കുന്നത്. ഇവിടെ നമ്പർ ഓഫ് വേരിയബിൾ ഇൻപുട്ട്, ഒരു ഇൻപുട്ടേ ഉള്ളൂ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കിക്കോളൂ. ആദ്യം നമ്മൾ ആവറേജ് പ്രോഡക്റ്റ് കർവാണ് വരയ്ക്കുന്നത്. ആവറേജ് പ്രോഡക്റ്റ് കർവ് AP. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ MB വരയ്ക്കും. MB. അപ്പോൾ നമുക്കിവിടെ 3 എണ്ണം കാണാം അല്ലേ, 3 പ്രത്യേകതകൾ കാണാം. നോക്കിയേ, ഇവിടെ 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 അപ്പോൾ ഇത് ഒന്നാമത്തെ റിലേഷനായിട്ട് പറയും, ഇതിന് സെക്കൻഡ് റിലേഷനായിട്ട് പറയണം, ഇത് തേർഡ് റിലേഷനാണ്. അപ്പോൾ ഫസ്റ്റ് റിലേഷൻ എന്താണ്? ബോത്ത് AP ആൻഡ് MP ഇൻക്രീസസ് ആണ്. APയും MBയും ഇൻക്രീസ് ചെയ്യുമ്പോൾ AP ലൈസ് എബവ് MP ആണ്. ഫസ്റ്റ് സ്റ്റേജിൽ AP ഗ്രേറ്റർ ദാൻ MP, ഒന്നാമത്തെ സ്റ്റേജിലാണ്. ഫസ്റ്റ് സ്റ്റേജ് റിലേഷൻ AP ഗ്രേറ്റർ ദാൻ MP ഗ്രേറ്റർ ദാൻ AP, MP ഗ്രേറ്റർ ദാൻ AP. അതുകൊണ്ടാണ് MP മുകളിൽ കിടക്കുന്നത്. സോ MP ലൈസ് എബവ് AP. ഇനി സെക്കൻഡ് റിലേഷൻ എന്താണ്? AP രണ്ടാമത്തേതിൽ MP ഈസ് ഈക്വൽ ടു AP, MBയും APയും തുല്യമാവുകയാണ്. മൂന്നാമത്തെ റിലേഷൻഷിപ്പ് എന്താണ്? MP ലെസ് ദാൻ AP ആണ്. MP ലെസ് ദാൻ AP ആകുമ്പോഴെന്താണ്? MP ലൈസ് ബിലോ AP. എന്തുകൊണ്ടാണ് ഈ ലൈസ്? ഇവിടെ ഈ സ്റ്റേജിൽ AP താഴെയും MP മുകളിലുമാണ്. രണ്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും MPയിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് APയിൽ ഉണ്ടാവുന്നതിനേക്കാളും കൂടുതലായതുകൊണ്ടാണ് AP മുകളിൽ ഉണ്ടാവുന്നത് കേട്ടോ. അതേപോലെ തേർഡ് സ്റ്റേജിൽ MBയും APയും ഡിക്രീസ് ചെയ്യുകയാണ്, എങ്കിലും MPയിൽ ഉണ്ടാവുന്ന ഡിക്രീസ് APയിൽ ഉണ്ടാവുന്ന ഡിക്രീസിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് MP താഴെ കിടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവുമ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. അപ്പോൾ ചുരുക്കിയിട്ടേ നമ്മൾ റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അത് ഒട്ടും കുറയ്ക്കാതെ തന്നെ പഠിച്ചെടുക്കുക. താങ്ക് യു.